പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി എന്ന പട്ടണ ഗ്രാമത്തിൽ റെയിൽവേ സ്റ്റേഷനടുത്താണ് പേര് കേട്ട ഇംഗ്ലീഷ് സെക്കൻഡറി സ്കൂൾ. ഇന്നത് ഇൻ്റർനാഷണൽ സ്കൂളാണ്. ഗവൺമെൻറ് ആശുപത്രി റോഡിലൂടെ സ്കൂളിലേക്ക് പോകുമ്പോൾ അവസാനത്തെ രണ്ടാമത്തെ വളവിനടുത്ത് ഒരേപോലെ നിൽക്കുന്ന രണ്ട് കോൺക്രീറ്റ് വീടുകൾ കാണാം. പണ്ട് അവിടെ ഒരു ഓടിട്ട തറവാട് വീടുണ്ടായിരുന്നു. അതിലെ കാരണവർ മരിച്ചതിന് ശേഷമാണ് മക്കളും മരുമക്കളും കൂടി അത് ഭാഗം വെച്ച് പഴയ വീട് പൊളിച്ച് പുതിയ രണ്ട് വീടാക്കിയത്. ആ വീടിന് പിന്നിലൊരു വലിയ പറമ്പുണ്ട്. ചെടികളും മരങ്ങളും തിങ്ങി നിറഞ്ഞ ആ പറമ്പിനുള്ളൊരു വീടുണ്ട്. ഏകദേശം ഇതുപോലെ ഉപേക്ഷിക്കപ്പെട്ട ഒന്ന്. പട്ടാമ്പിയിലെ ഈ പരിസരത്തുള്ളവർക്കറിയാം വീടിൻ്റെ ചരിത്രം. ഈ വീട് ദ്രവിച്ച് വീഴും വരാതെ അവിടുത്തെ ഒരു ലോക്കൽ ലെജൻഡായിരുന്നു. ഇങ്ങനെ ദ്രവിച്ച് വീഴും വരെ തിരിഞ്ഞു നോക്കുക ഇടാൻ മാത്രം ആ വീടിന് എന്തായിരുന്നു പ്രശ്നം എന്നത് അജ്ഞാതം. മനുഷ്യർക്ക് വന്ന് താമസിക്കാൻ പറ്റാത്തൊരിടം. അപമൃത്യു വരിച്ചൊരു പെൺകുട്ടി താമസിച്ചിരുന്ന സ്ഥലം. അതെ, അതൊരു സൂയിസൈഡായിരുന്നു. ആൾപ്പൊക്കത്തിൽ വളർന്നു നിന്ന കൃഷ്ണകിരീടം പറിക്കാൻ പോയപ്പോഴാണ് മാവിൻ്റെ മുകളിൽ വലിഞ്ഞു കയറിയ കൂട്ടുകാരൻ വിളിച്ചു പറയുന്നത്, എടാ ആ മുറിയുടെ ജനൽ തുറന്നു കിടക്കുന്നു. മാവിന് മുകളിൽ ഇരിക്കുന്ന അവന് കാണും പോലെ താഴെ നിൽക്കുന്ന എനിക്ക് കാണാനില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മരത്തിന് മുകളിൽ കയറിയേ പറ്റൂ എന്ന് വന്നു. അവനിരിക്കുന്ന കൊമ്പിലൂടെ കുറച്ചുകൂടി ജനലിന് അകത്തേക്ക് കാണുമ്പോൾ ഞാൻ മുന്നോട്ട് കയറി. സ്വപ്നമല്ല, സത്യം. ആ മുറി ആരും ഉപയോഗിക്കുന്ന പോലെ വൃത്തിയായി കിടന്നിരുന്നു. നിറയെ പുസ്തകങ്ങൾ മാത്രം.